ഓണം. തിരുവോണം എന്നുള്ളത് ലോപിച്ചിട്ടാണ് ഓണം എന്ന് പറഞ്ഞത്. ശരിക്ക് പറയാം, ഭഗവാനെ വെൽക്കം ചെയ്യുകയാണ് ഓണം. ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധത്തെ ഓർമ്മപ്പെടുത്തുകയാണ് ഓണം. ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനായിരുന്നു, അസുരഗണത്തിലാണെങ്കിലും ഏറ്റവും വലിയ ഭക്തനായ, അതായത് സ്വന്തം അച്ഛനെ, ആസുരിക സ്വഭാവമുള്ള സ്വന്തം അച്ഛനെ വധിച്ചിട്ട് പോലും ആ മകൻ പ്രഹ്ലാദ മഹാരാജാവ് ഭഗവാനെ ഭക്തിപൂർവം കാണുകയും തൊഴുകയും പിന്നീട് അച്ഛന് വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ലക്ഷ്മി ദേവി പോലും ആ ഉഗ്രരൂപിയായ നരസിംഹ ഭഗവാന്റെ ഭാവം കണ്ടിട്ട് പേടിച്ച് മടിയിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, പ്രഹ്ലാദന്റെ അടുത്ത്, ആ ചെറിയ കുട്ടിയുടെ അടുത്ത് പറഞ്ഞു, അങ്ങേക്ക് മാത്രമേ ആ ഉഗ്രഭാവത്തെ ശമിപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പ്രഹ്ലാദ മഹാരാജ് അങ്ങനെ ഒരു മാലയുമായിട്ട് നരസിംഹ ഭഗവാന്റെ അടുത്ത് ചെന്നു. അങ്ങനെ എല്ലാ കോപവും ശമിച്ചിട്ട്, അതാണ് ഭക്തവത്സരാണ്, ദീനദയാലുവാണ്, നീ എന്ത് വേണമെങ്കിലും ചോദിക്കൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങേ ഞാൻ ദർശിച്ചല്ലോ, എന്റെ വാക്ക് നിറവേറ്റിയല്ലോ. ഒരു ഭക്തന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത്രയും അവതാരങ്ങളിലും വിശേഷപ്പെട്ട അവതാരം നരസിംഹ അവതാരം എന്ന് പറയുമ്പോൾ അതൊരു ഭക്തന് വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ്. ആ ഭക്തന്റെ വാക്ക്, അതാണ് ഭഗവത്ഗീതയിൽ എടുത്തെടുത്ത് എപ്പോഴും പറയുന്നത്, ക്ഷിപ്രം ഭവതി ധർമാത്മാ ശാന്തി നികച്ചതി യത് കൗന്ദയ പ്രതിജാനേഹി ന മേ ഭക്ത്യാ പ്രണശ്യതി. അർജുന, നീ ഉറക്ക പ്രഖ്യാപിക്കൂ, എന്റെ ഭക്തന് ഒരിക്കലും നാശം സംഭവിക്കുകയില്ല. അവിടെ അത് ഭഗവാൻ കേട്ടു. അങ്ങനെ ആ പ്രഹ്ലാദ മഹാരാജിന്റെ പേരക്കുട്ടിയായ മഹാബലി, ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തൻ, പ്രഹ്ലാദന്റെ മകൻ വിരോചനും ഭഗവാന്റെ വലിയ ഭക്തനായിരുന്നു. ആ മഹാബലി ഏറ്റവും കൂടുതൽ ത്യാഗം ചെയ്യുന്ന, ത്യാഗ മനോഭാവമുള്ളവർ, ആ മഹാബലിയെ അനുഗ്രഹിക്കാനായിട്ട് ഭഗവാൻ വരും. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഒരു ഭക്തന് ഒരിക്കലും ഒരു കാര്യത്തിലും ചെറിയ രീതിയിൽ പോലും ഒരു ഈഗോ ഉണ്ടാകാൻ പാടില്ല, ഫാൾസ് ഈഗോ ഉണ്ടാകാൻ പാടില്ല. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഭഗവാനെ തട്ടിക്കളയുമോ, സ്വാഭാവികമാണ്, നമ്മുടെ ജീവിതത്തിൽ കാണുന്നുമാണ്. എന്തെങ്കിലും ഒന്ന് അരുതാത്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ അതിനെ എടുത്തു കളയും. മഹാബലിക്ക് അങ്ങനെ ചെറിയ ഒരു ഫാൾസ് ഈഗോ, ചെറിയൊരു ഇതുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആ സമയമാകുന്നതിന് മുമ്പിട്ട് തന്നെ എല്ലാ ലോകവും ഒരുപോലെ ഭരിച്ചപ്പോൾ മഹാബലി വിചാരിച്ചു, ഇനി എനിക്ക് ദേവലോകവും കൂടി ചെറുതായിട്ടൊന്ന് ഭരിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. അത് പ്രത്യേകിച്ചൊരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ദുരാഗ്രഹം പാടില്ല. അപ്പൊ അവിടെ ദേവന്മാരും പരാതിപ്പെടുന്നുണ്ട്, അതേസമയം മഹാബലിയുടെ ചെറിയൊരു ഫാൾസ് ഈഗോയും ഭഗവാൻ എടുത്തു കളയണം. എന്നാൽ ഭഗവാന്റെ ഭക്തനെയും വിഷമിപ്പിക്കാൻ പാടില്ല. എന്നാൽ അത് ഈഗോ തെറ്റാണെന്നും കൂടെ കാണിച്ചു കൊടുക്കണം. ഓക്കെ, പറഞ്ഞോളൂ. ഞാൻ മ്യൂട്ടിലാണോ? ഞാൻ നോക്കട്ടെ ഒരു മിനിറ്റ്. ഞാൻ ഒരു കാര്യം പറയാണ്, എന്റെ അറിവിലുള്ളത് ഞാനിപ്പോ ഷെയർ ചെയ്യാണ്. ആക്ച്വലി അതായത് മഹാബലിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരാൻ കാരണം ഉണ്ട്. അത് മഹാബലിയുടെ പുള്ളിക്കാരന്റെ പോയിന്റ് ഓഫ് വ്യൂ വെച്ച് നോക്കിയാല് പുള്ളിക്കാരൻ ചെയ്തത് കറക്റ്റ് ആണ്. അത് എന്താണെന്ന് വെച്ചാല്, അതായത് how can I put it now? Okay, so പുള്ളിക്കാരന്റെ അച്ഛനാണല്ലോ, അതായത് പ്രഹ്ലാദന്റെ മകനാണ് വിരോചനൻ. ഓക്കെ, വിരോചനൻ എങ്ങനെ മരിച്ചു എന്നുള്ളത് ആർക്കെങ്കിലും അറിയാമോ? അറിയില്ല. ഓക്കെ, വിരോചനന് ദേവന്മാരെല്ലാരും കൂടി പറ്റിച്ചു.
അങ്ങനെ കൊലപ്പെടുത്തിയതാണ് വിരോചനനെ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു ഉത്തമനായിട്ടുള്ള രാജാവാണ് വിരോചനൻ. എന്നിട്ട് വിരോചനൻ സ്വന്തം മകനെ 2 പ്രാവശ്യം മാത്രമേ, ആക്ച്വലി ഫസ്റ്റ് ടൈം കാണാൻ വേണ്ടി പോകുമ്പോ, അതായത് മഹാബലി ജനിക്കുമ്പോ വിരോചനൻ ഓൾറെഡി എന്താ പറയാ ഹിമാലയത്തില് തപസ്സിന് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, തിരിച്ചു വരുമ്പോഴത്തേക്കും മഹാബലിയെ സ്കൂളിങ്ങിന്, അതായത് സ്റ്റഡീസിന് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി ദൂരെ. പിന്നെ ഗ്രാജുവേഷന് വേണ്ടിയിട്ട് രണ്ടാമത് വിരോചനനും വിരോചനന്റെ ഭാര്യയും മഹാബലിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺ ദ വേ പോണ സമയത്ത് ദേവന്മാരെല്ലാരും കൂടി, അതായത് സ്പെഷ്യലി ഇന്ദ്രൻ വന്നിട്ട് അങ്ങനെ ഇപ്പോ ഈ സമയത്ത് പിടിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞിട്ട് ചതിച്ച് കൊന്നിട്ട് ഈവൻ ഡെഡ് ബോഡി പോലും എന്താ പറയാ കത്തിച്ചു കളഞ്ഞു. അതായത് അല്ലെങ്കിൽ നമ്മുടെ ശുക്രാചാര്യര് ആ ബോഡീനെ രണ്ടാമത് ജീവിപ്പിച്ചാലോ എന്ന് പറഞ്ഞിട്ട് അത് ജീവിപ്പിക്കാൻ, അതായത് റിട്ടേൺ ടു ലൈഫ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരത് കത്തിച്ചും കളയും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മഹാബലിക്ക്, അതായത് ഈ അമ്മ അതൊക്കെ കണ്ടുകൊണ്ട് മഹാബലിയോട് ഈ സംഭവം പറയും, ബലിയോട് ഈ കാര്യം പറയും, ഇതൊക്കെ കണ്ടുകൊണ്ട് സംഭവം റിപ്പോർട്ട് ചെയ്യുമ്പോൾ മഹാബലിക്ക് എന്തായാലും ദേഷ്യം വരും. ഇങ്ങനെയൊക്കെ ഇത് സംഭവിച്ചത് വളരെ മോശമായി പോയി ശരിക്കും. അതുകൊണ്ടാണ് അപ്പൊ ദേവന്മാരോട് വിഷ്ണുവിന് വല്ലാത്ത ദേഷ്യം തോന്നി. ദേവന്മാര് ഇങ്ങനെ കാണിച്ചുകൊണ്ട് അപ്പൊ വിഷ്ണു പറയുകയും ചെയ്തു, ഈ കാര്യം ചെയ്ത് വളരെ തെറ്റായി പോയി, നിങ്ങളുടെ കൂട്ട് ഞാൻ ഇനി നിൽക്കത്തില്ല എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് മഹാബലി ദേവന്മാരെ ആക്രമിക്കാൻ വന്നു. പിന്നെയും ദേവന്മാര് വിഷ്ണുവിനെ സഹായം തേടിപ്പോയി. അപ്പൊ വിഷ്ണു പറഞ്ഞു, ഞാൻ കൊല്ലൂല, ഐ വിൽ നോട്ട് ഡിസ്ട്രോയ് മഹാബലി, ഐ വിൽ ഓൺലി ബ്ലെസ് ഹിം, ഐ ക്യാൻ പുട്ട് ഹിം അണ്ടർ കൺട്രോൾ. അല്ലെങ്കിൽ അസുരന്മാര് പിന്നെയും വീണ്ടും ആ പഴയ ഇതുപോലെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഐ വിൽ ഹെൽപ്പ് യു, ബട്ട് ഐ വിൽ നോട്ട് ഡിസ്ട്രോയ് മഹാബലി എന്നുള്ളൊരു വാക്ക് മാത്രമേ കൊടുത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കൂടിയുണ്ട്. മഹാബലിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരാൻ കാരണം വിരോചനനെ അവർ ചതിച്ചു കൊന്നത് ആ ഒരു ഇത് കൊണ്ടാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയാൽ then the story will fall in place. ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാനും ഭക്തനും തമ്മിലൊരു ഊഷ്മളമായ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അവിടെ ഭഗവാൻ ഒരിക്കലും തന്റെ ഭക്തനെ തള്ളിപ്പറയുകയില്ല. അതേസമയം ദേവന്മാരുടെ ആഗ്രഹവും സാധിച്ചു കൊടുക്കണം. ഇനി എത്ര വാശിയാണെങ്കിലും വിരോചനനെ കൊലപ്പെടുത്തിയാണെങ്കിൽ പോലും ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭക്തന് ക്വാളിറ്റി ഉണ്ട്. പരദുഃഖ ദുഃഖി. ഒന്നിലും മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ സ്വന്തം ദുഃഖമായിട്ട് കാണുകയും മാത്രമല്ല, മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീത ഉഷ്ണ സുഖ ദുഃഖത. അതുപോലെ തന്നെ 2ാമത്തെ അധ്യായത്തിൽ സ്ഥിതപ്രജ്ഞന്റെ ഭാവങ്ങൾ വരുന്നു. ഇതിലൊന്നിലും വ്യാകുലപ്പെടാൻ പാടില്ല. സ്വന്തം അച്ഛനെ കൊന്നിട്ടും പ്രഹ്ലാദ മഹാരാജിന് ദേഷ്യമുണ്ടായില്ല. ഇവിടെ ഒന്നും ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒന്നിലും ഒരു തരത്തിലും ഭൗതിക വിഷമങ്ങളിലോ ഭൗതിക താല്പര്യങ്ങളിലോ പെടാൻ പാടില്ല. അവിടെ തീർച്ചയായിട്ടും മഹാബലി ഒരു ഡിവോട്ടി എന്ന നിർവചനത്തിൽ പെടുമ്പോൾ ആഗ്രഹിച്ചത് ദുരാഗ്രഹമാണ്. അപ്പൊ അവിടെ ദേവലോകവും കൂടി എടുക്കുമ്പോൾ അതും ഭഗവാന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ സമയത്താണ് ദേവന്മാര് പരാതിപ്പെടുന്നതുമല്ല. അപ്പൊ അവിടെ ദേവന്മാര് സഹായിക്കുകയും എന്നാൽ ഭക്തൻ ചെയ്ത് തെറ്റാണെന്ന് കാണിക്കുകയും വേണം. അങ്ങനെയാണ് ഇപ്പൊ ചെറിയ ഒരു ചിന്ത എല്ലാം എന്റെ ആണ് എന്നുള്ളത്. അതുകൊണ്ടാണ് അവിടെ ശ്രീമദ് മഹാഭാഗവതത്തിൽ 8ാമത്തെ സ്കന്ധത്തിൽ പറയുന്നത് വിന്ധ്യാവലി സറണ്ടർ ചെയ്യുന്നത്. വിന്ധ്യാവലി അവിടെ സറണ്ടർ ചെയ്യുന്നുണ്ട്. ആ ശ്ലോകം ഒന്ന് എടുക്കണേ. അവിടെ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യം, അല്ലയോ ഭഗവാനെ, എന്റെ ഭർത്താവിന് ചെറിയ ഒരു ഗർവുണ്ടായിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ഓണർഷിപ്പ് എന്റെ ഭർത്താവിൻ്റെതാണെന്ന് ഉള്ള ചെറിയൊരു ചിന്തയുണ്ടായി. അതങ്ങ് ക്ഷമിക്കണമേ. എല്ലാത്തിൻ്റെയും ജഗത്പതിയാണ്, ജഗത് സൃഷ്ടാവാണ്. അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധാഭാവ സമന്വിതാഹ.
ഈ ആധ്യാത്മിക ഭൗതിക ലോകങ്ങളുടെ ഉറവിടം ഞാനാണ്, എന്നിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഭഗവാനെ അത് തിരിച്ചറിയാതെ എന്റെ ഭർത്താവ് കാണിച്ച അവിവേകത്തിൽ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അവിടെ വിന്ധ്യാവലി സറണ്ടർ ചെയ്യുകയാണ്. അങ്ങനെ ശരണാഗതി പ്രാപിച്ച് ആ സമയത്താണ് മഹാബലിയുടെ മകളും രത്നമാലയും വരുന്നത് ഭഗവാനെ കാണാൻ, വാമനദേവനെ കാണാൻ. ഇത്രയും തേജസ്വിയായ ഒരു വാമനദേവൻ, ഇത്രയും തേജസ്വിയായ ഒരു ബ്രാഹ്മണ പുത്രൻ, ബ്രാഹ്മണ കുമാരൻ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ല. ആരും എടുത്ത് താലോലിക്കാൻ ഇഷ്ടപ്പെടുന്ന അസുമുഖമായ രൂപം. രത്നമാല ആഗ്രഹിച്ചു, അതിയായി ആഗ്രഹിച്ചു. ഇങ്ങനെ ഒരു കുഞ്ഞിനെ എനിക്ക് ജന്മം കൊടുക്കാൻ സാധിച്ചെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുഞ്ഞിനെ എനിക്ക് മുലപ്പാൽ കൊടുക്കാൻ സാധിച്ചെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. ഭഗവാൻ അതും കേട്ടു. മഹാബലിയുടെ അടുത്ത് ദാനം ചോദിച്ചു. 3 അടി മണ്ണ് മാത്രം മതി എനിക്ക് തപസ് ചെയ്യാൻ. അവിടെ മഹാബലി വീണ്ടും ഗർവ് കാണിക്കുന്നുണ്ട്. ഈ 3 അടി മണ്ണ് വെറും നിസാരമല്ലേ, ഒന്നുകൂടി ആലോചിക്കൂ, എനിക്ക് എന്തും തരാൻ പറ്റും. അവിടെയും ഭഗവാൻ ഒന്ന് ചിരിച്ചു. എനിക്ക് 3 അടി മണ്ണ് മാത്രം മതി എന്ന് പറഞ്ഞു. ഞാനൊരു ബ്രാഹ്മണനാണ്, എനിക്ക് ധ്യാനിക്കാൻ വേണ്ടിയിട്ട് ഒന്നിരിക്കാനുള്ള സ്ഥലം മാത്രം മതി എന്ന് പറഞ്ഞു. ഒന്നുകൂടി നീ ആലോചിച്ചിട്ടാണോ പറയുന്നത് എന്ന് എടുത്തെടുത്ത് മഹാബലി ചോദിക്കുന്നു. മതി എന്ന് പറഞ്ഞു. അങ്ങനെ യാഗങ്ങൾ, അതിന്റെ കർമ്മങ്ങൾ ആരംഭിച്ചു. കുലഗുരുവായ ശുക്രാചാര്യർക്ക് അത് മനസ്സിലായിട്ടുണ്ട്. കാര്യം ശുക്രാചാര്യര് പറയുന്നുണ്ട് വിഭൂതി വിസ്തര യോഗത്തിൽ, ആചാര്യന്മാരിൽ ഞാൻ ശുക്രാചാര്യരാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഭഗവാന്റെ തന്നെ റെപ്രസെന്റേറ്റീവ് ആണ് ശുക്രാചാര്യർ. ആ ശുക്രാചാര്യർ മഹാബലി എടുത്ത് പറയുന്നുണ്ട്, ഇത് വെറും ബ്രാഹ്മണനല്ല, ഇത് സാക്ഷാൽ വിഷ്ണുവാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിലെന്തോ പന്തികേടുണ്ട്, നീ കൊടുത്ത വാക്ക് നീ പാലിക്കരുത് എന്ന് പറഞ്ഞു. മഹാബലി പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ ഈ രാജ്യത്തിന്റെ രാജാവാണ്. രാജാവിനെ സംബന്ധിച്ചിടത്തോളം വാക്കിന് പ്രാധാന്യമുണ്ട്. ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞ ആ വാഗ്ദാനം ഞാൻ നിറവേറ്റും. എന്ന് മാത്രമല്ല, ഇനി നീ വിഷ്ണു ആണെങ്കിൽ ഞാൻ ഏറെ ഭാഗ്യം ചെയ്തവനാണ്. കാര്യം ആ ഭഗവാൻ തന്നെയാണല്ലോ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ആ ഭഗവാൻ തന്നെയാണല്ലോ ഭഗവാൻ തന്നെയാണല്ലോ ഞാൻ ഇത് ദാനം ചെയ്യുന്നത് എന്നുള്ള. ഇതേപോലെ ഒരു രംഗം ദാമോദര അഷ്ടകത്തില് ഉണ്ട്. നല്ല രസമാണ്. ദാമോദര ലീലയിൽ വരുന്നുണ്ട്. ഭഗവാന്റെ ആ കുട്ടിക്കാലം വൃന്ദാവനത്തില് കാണാൻ വളരെ ഇഷ്ടമാണ് ഭഗവാനെ. എല്ലാവരും ഇതേപോലെ വാരിയെടുത്ത് ഉമ്മ വെച്ച് നടക്കാൻ തോന്നും. ഒരു സ്ത്രീ, പ്രായമായ സ്ത്രീ പഴങ്ങൾ പച്ചക്കറികളും വിൽക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന സമയത്ത് കൃഷ്ണനെ കാണുകയും ആ വീട്ടിൽ ഭഗവാന്റെ അടുത്ത് നിൽക്കുകയും ചെയ്തു. കൃഷ്ണൻ ചോദിച്ചു, ഇതെല്ലാം എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. കൃഷ്ണന്റെ കയ്യിൽ ഒന്നുമില്ല കൊടുക്കാൻ. പക്ഷെ ആ കോമള രൂപം കണ്ടിട്ട്, ഇത് വിറ്റ് ഉപജീവനം നടത്തുന്ന ആ സ്ത്രീ, പ്രായമായ സ്ത്രീ ഒന്നും ചിന്തിച്ചില്ല. ആ കോമള രൂപം കണ്ടിട്ട് ആ കൊട്ടയോടെ എല്ലാം എടുത്തു കൊടുത്തു. എന്റെ ഉപജീവന മാർഗത്തിനുള്ളതാണ് എന്ന് ചിന്തിച്ചതേയില്ല. ഭഗവാൻ അതും പിടിച്ച് കയ്യിൽ നിന്നും ചിലതൊക്കെ താഴെ പോകുന്നുണ്ട്, ചവിട്ടി അകത്തേക്ക് പോയി. ആ സ്ത്രീ ഇതെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഭഗവാന്റെ ആ നടത്തയൊക്കെ കണ്ടിട്ട് നല്ല രസം, ചടുലമായ നടത്ത. ഈ നടത്തയ്ക്കൊരു ഭംഗിയുണ്ട്. ഈ നടത്ത കാണാൻ വേണ്ടിയിട്ട് നന്ദഗോപരും ഭഗവാനുമായിട്ട് കളിക്കുമായിരുന്നു. നല്ല രസമാണ്. നന്ദഗോപര് ഭഗവാന്റെ അടുത്ത് പറയും, എന്റെ മെതിയടി എടുത്തുകൊണ്ട് വരാൻ പറയും. മെതിയടി എടുത്തുകൊണ്ട് വരുമ്പം തലയിൽ വെച്ചുകൊണ്ടാണ് വരുന്നത്. തത്തി നടന്നു വരും. നന്ദഗോപര് പറയും, ഈ മെതിയടി അല്ല എനിക്ക് വേണ്ടത്,
വേറെ മതിയടി അവിടെ ഇരിപ്പോയില്ലേ, അതാണ് വേണ്ടതെന്ന് പറയും. വീണ്ടും തിരിച്ചു കൊണ്ടുപോയി വെച്ചിട്ട് വീണ്ടും അടുത്ത മതിയടിയുമായിട്ട് തത്തി വരും. ഇതല്ല എനിക്ക് വേണ്ടത്, വേറൊരു മതിയടി അവിടെ ഇരിപ്പില്ലേ എന്ന് ചോദിക്കും. അവസാനം യശോദാമ്മ ചോദിക്കും, പിഞ്ചു കുഞ്ഞല്ലേ, ഇങ്ങനെ നിങ്ങളെ കഷ്ടപ്പെടുത്താൻ പാടുണ്ടോ, നിങ്ങൾക്ക് തന്നെ എടുത്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ നന്ദഗോപര് പറയും, ചിരിച്ചുകൊണ്ട് പറയും, അവനാ നടന്നു വരുന്നത് കാണാൻ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ, അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അവനോട് പറയുന്നത് എന്ന് പറയും. ഇവിടെ ഈ സ്ത്രീയും ആ നടന്നു പോകുന്ന ബാലനെ നോക്കി നോക്കി നിന്നിട്ട് കണ്ണുകൾ നിറഞ്ഞു. തിരിച്ച് കൊട്ടയും എടുത്ത് പോകാനായിട്ട് കൊട്ടയിൽ നോക്കുമ്പോൾ ആ കൊട്ട നിറയെ പവിഴങ്ങളും മുത്തുകളും വജ്രങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. ഇതാണ് ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധം. ഇവിടെ മഹാബലി പറഞ്ഞു, ആ സാക്ഷാൽ ഭഗവാൻ എന്റെ മുന്നിൽ വന്നിരിക്കുകയാണെങ്കിൽ എനിക്ക് വളരെ അനുഗ്രഹമാണ്, ഞാൻ എന്റെ വാക്ക് നിറവേറ്റും എന്ന് പറഞ്ഞു. അവിടെ ശുക്രാചാര്യര് വീണ്ടും ആ യജ്ഞം മുടക്കാൻ ശ്രമിക്കും. അവിടെ ഗുരുവിനെ തള്ളിപ്പറയും. അവിടെയൊക്കെ നിർവചനങ്ങളുണ്ട്, ഗുരുവിനെ എപ്പോൾ തള്ളിപ്പറയാമെന്നുള്ളത്. അതൊക്കെ വരുന്ന ക്ലാസ്സുകളിൽ പറയാം, ഭാഗവത്തിൽ എഴുതുന്നുണ്ട്. അങ്ങനെ വാമനദേവൻ വളരെ വലുതായിട്ട് ഭീമ വളരെ അടുത്തൊരു വിശ്വരൂപ ദർശനമാണ് അവിടെ കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ആ വിശ്വരൂപ ദർശനം കാണിച്ചു കൊടുക്കുകയും രണ്ടാമത്തെ ചുവട് ഒന്നാമത്തെ ചുവടും രണ്ടാമത്തെ ചുവടും വെച്ച് മൂന്നാമത്തെ ചുവട് വെക്കാൻ എവിടെ എന്നൊരു ചോദ്യം. ഇവിടെ ചെറിയൊരു കഥ ഇടയ്ക്ക് നമ്മൾ പറയാറുണ്ട്, ഒരു ചെറിയ രൂപകഥ പോലെ. ബിൽ ക്ലിന്റനും ഭഗവാനും തമ്മിൽ കണ്ടുമുട്ടുന്നു, ഒരു ചെറിയ ശരി. ഇപ്പൊ ബിൽ ക്ലിന്റൺ വളരെ അത്ഭുതകരമായി ഞാനിതെല്ലാം സൃഷ്ടിച്ചു, ഞാനിതെല്ലാം ഉണ്ടാക്കി എന്ന് പറയും. ഭഗവാൻ ഇതെല്ലാം കേട്ടിട്ട് പറയും, എവിടെ നിന്നാണ് സൃഷ്ടിക്കുന്നത് എന്ന് ചോദിച്ചു. ഭഗവാൻ എന്നിട്ട് മണ്ണെടുത്ത് കാണിച്ചിട്ട് പറയും, ഈ മണ്ണ് ഞാൻ സൃഷ്ടിച്ചത് കൊണ്ടല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും സൃഷ്ടിക്കാൻ പറ്റുന്നത് എന്ന് ചോദിക്കും. അപ്പം ഒരിക്കലും ആർക്കും ഒന്നും അഹങ്കരിക്കാൻ പറ്റത്തില്ല. കംസൻ പോലും പൂതനയെ തെരഞ്ഞെടുത്തത് ഭഗവാന്റെ ഇംഗിതം കൊണ്ടാണ്, ഭഗവാന്റെ ഡയറക്ഷൻ കൊണ്ടാണ്. വേറൊരു സ്ത്രീയെ തെരഞ്ഞെടുക്കാൻ, വേറൊരു അസുര സ്ത്രീയെ തെരഞ്ഞെടുക്കാൻ ഭഗവാന് കംസൻ തോന്നിയിട്ടില്ല. അപ്പം അവിടെയും കൺട്രോൾ ചെയ്തത് കംസൻ വിചാരിച്ചു ഒരു അസുര സ്ത്രീയെ, പൈശാചികമായ ഒരു അസുര സ്ത്രീയെ വിട്ട് സ്തനത്തിൽ വിഷം പുരട്ടി വിട്ട് കൃഷ്ണനെ കൊണ്ട് കുടിപ്പിച്ചിട്ട് കൊല്ലണം. പക്ഷേ ഉടനെ ഭഗവാൻ തലച്ചോറിൽ കയറി ഏത് സ്ത്രീയെ സെലക്ട് ചെയ്യണമെന്നുള്ളത്. അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. അതുകൊണ്ടാണ് പൂതനയെ തെരഞ്ഞെടുക്കുന്നത്. കാര്യം പൂതനയുടെ പൂർവ്വജന്മത്തിൽ ആഗ്രഹിക്കുന്നു ഭഗവാന് മുലപ്പാല് കൊടുക്കാൻ. അവിടെ ഭഗവാൻ അത് സാധിച്ചു കൊടുക്കുന്നു. അപ്പം മയത്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗത് വിപരിവർത്തതേ. മയത്യക്ഷേണ പ്രകൃതി, എന്റെ അധ്യക്ഷതയിലാണ് ഈ ഭൂമി ഉണ്ടായിരിക്കുന്നത്, ഈ ജീവജാലങ്ങൾ ഉണ്ടായിരിക്കുന്നത്, ചരങ്ങളും ചരാചരങ്ങളും എല്ലാം ഉണ്ടായിരിക്കുന്നത്. എന്റെ ചെറിയൊരു നോട്ടം കൊണ്ടാണ് ഇതെല്ലാം ചലിക്കുന്നതും ചലിക്കാതിരിക്കുന്നതും. അർജുന, നീ അത് മനസ്സിലാക്കുക. അപ്പൊ ഭൂതനയെ തെരഞ്ഞെടുത്തതും ചോയ്സ് ചെയ്തതും ഭഗവാൻ. ഒന്നും അത് തെറ്റാകട്ടെ ശരിയാകട്ടെ എല്ലാം ഭഗവാന്റെ കൺട്രോളിലൂടെ മാത്രമേ പോവുകയുള്ളൂ. അങ്ങനെ മൂന്നാമത്തെ ചുവട് വെക്കാൻ ഇല്ലാത്തപ്പോൾ ഭഗവാൻ ഒന്ന് ചിരിച്ചു, ചോദിച്ചു, രാജാവേ എവിടെ? മഹാബലി പറഞ്ഞു, രാജാവെന്ന നിലയിൽ എനിക്ക് വാക്ക് പാലിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങയുടെ തൃപ്പാദങ്ങൾ എന്റെ തലയിൽ വെച്ചാലും. ആ ഭഗവാന്റെ തൃപ്പാദങ്ങൾ ഒന്ന് ചിരിച്ചു. ശരണാഗതി, മഹാബലി അവിടെ ശരണാഗതി അടയുകയാണ്. ആ തൃപ്പാദങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുകയാണ്. അനുഗ്രഹിച്ച് അടുത്ത ഇന്ദ്രപട്ടം പറഞ്ഞു, നിനക്ക് അതിന്റെ ഡ്യൂ ഡേറ്റ് ആയിട്ടില്ല, ആ ഡ്യൂ ഡേറ്റ് ആവുമ്പോൾ അടുത്ത ഇന്ദ്രപട്ടം നിനക്കാണ് എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയും ചെയ്തിട്ട്
സ്വർഗത്തേക്കാൾ മനോഹരമായ ഗാലക്സിയിലോട്ട്, സുതലത്തിലോട്ട് വിടുകയും ചെയ്തു. അവിടെയും ഭഗവാൻ ദീനതയാണ് കാണിച്ചത്, വളരെ അനുഗ്രഹമാണ് കാണിച്ചത്. മഹാബലി അവിടെ രാജാവാക്കിക്കൊണ്ട് സെക്യൂരിറ്റി ഗാർഡായിട്ട് ഭഗവാൻ നിൽക്കുകയും ചെയ്തു. അവിടെയാണ് രക്ഷാബന്ധവുമായിട്ടുള്ള കഥ. അതവിടെ നിൽക്കട്ടെ. രക്ഷാബന്ധൻ ഉണ്ടായിരിക്കുന്നത് അവിടെ നിന്നാണ്, അതവിടെ നിൽക്കട്ടെ. അങ്ങനെ ഭഗവാനും ഭഗവാന്റെ ഭക്തനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതാണ് ഓണം. അതുകൊണ്ടാണ് ഓണപ്പൂക്കളം ഇടുമ്പോൾ ഓണപ്പൂക്കളത്തിന്റെ മധ്യത്തിൽ ഓണത്തപ്പൻ എന്ന് പറയുന്ന തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിക്കുന്നത്. നമ്മൾ പൂക്കളം ഒരുക്കി ഭഗവാനെ വെൽക്കം ചെയ്യുകയാണ്, ഭഗവാനെ സ്വാഗതം ചെയ്യുകയാണ്. ധർമ്മിഷ്ഠമായ ഭരണം മഹാബലി മാത്രമല്ല, ഭാഗവതത്തിലൂടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് രാജാക്കന്മാർ വളരെ ധർമ്മിഷ്ഠമായിട്ടായിരുന്നു. അതുകൊണ്ടാണ് പരീക്ഷിത് മഹാരാജാവിന്റെ കാലത്ത്, കലിയുഗത്തിന്റെ ആരംഭം, പരീക്ഷിത് മഹാരാജാവിന്റെ സമയത്ത് കലിക്ക് ഇരിക്കാൻ സ്ഥലമില്ലായിരുന്നു. അത്രയും ശുഭകരമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഭരണമായിരുന്നു. അധർമ്മമേ ഇല്ല. നിമി ചക്രവർത്തി, സിബി ചക്രവർത്തി, ഇവര് ഭരിക്കുമ്പോൾ ഒന്നും എല്ലോളമില്ല പുളിവചനം. അത് മഹാബലി ഭരിക്കുമ്പോൾ മാത്രമല്ല, ഭഗവാന്റെ ഭക്തരായ ഇവരെല്ലാം ഭരിക്കുമ്പോൾ ഒരു കള്ളവും ഒരു അസത്യവും ഒരു അധർമ്മവും ഇല്ലായിരുന്നു. ഭാഗവതത്തിലൂടെ പോകുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ആ തിരുവോണം പിന്നീട് ആഘോഷിക്കുന്നത്, ആ സമയത്ത് കേരളമില്ല, മഹാബലി വലിയൊരു പ്രദേശമായിട്ടായിരുന്നു ഭരിച്ചിരുന്നത്. തമിഴ്നാട്ടിലെ കാര്യങ്ങളൊക്കെ വിദ്യാജി പറയും, ഷോർട്ടായിട്ട് പറയും. അപ്പൊ അവിടെ ഒക്കെ ആന്ധ്ര, സൗരാഷ്ട്ര, കേരളം, തമിഴ്നാട്ടിൽ മഹാബലിപുരം തന്നെ നാടുണ്ട്. ഇവിടെ എല്ലാം വീട്ടായിരുന്നു. പിന്നെ ഓണം നമുക്ക് മലയാളികളുമായിട്ട് ബന്ധം വരുന്നത് തൃക്കാക്കര രാജാവുമായിട്ട്, കൊച്ചി രാജാവുമായിട്ട് ബന്ധം പെടുമ്പോഴാണ് ഓണം. അതുകൊണ്ടാണ് കേരളത്തില് ഒരേ ഇടത്തുള്ള ഏറ്റവും കൂടുതൽ ആഘോഷമുള്ളത്, വളരെ പേര് കേട്ടതാണ്, തൃപ്പൂണിത്തുറ അത്തച്ചമയം. 6 വർഷം ഞാൻ ആ അത്തച്ചമയത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇത്രയും ബൃഹത്തായ വലിയൊരു മഹോത്സവം. അത് കാണാൻ വേണ്ടിയിട്ട് എവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ വരുന്നതെന്ന് അറിയാം. ഒരു പൂഴി മണ്ണിടാൻ പറ്റത്തില്ല ഇപ്പോഴും. അത്രയ്ക്ക് വലിയ ആഘോഷമാണ് തൃപ്പൂണിത്തുറ അത്തച്ചമയം. കേരളത്തിൽ വേറെ ഒരിടത്തുമില്ല. ഇതൊക്കെ ചരിത്രമാണ്. അപ്പൊ ആ ചരിത്രമായിട്ട് ബന്ധപ്പെടുമ്പോൾ നോക്കുമ്പോൾ അത് കൊച്ചി. അതുപോലെ തന്നെ കേരളത്തിലെ വാമനക്ഷേത്രം, അതാണ് തൃക്കാക്കരയപ്പൻ. അപ്പൊ കൊച്ചി രാജാവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ബാക്കി വരുന്ന കഥകളെല്ലാം നമുക്ക് ചരിത്രം അറിയാത്തത് കൊണ്ടും നമുക്കാരും പറഞ്ഞു തരാത്തത് കൊണ്ടും ഒരു കാലഘട്ടത്ത് ഇതിനെ വളച്ചൊടിക്കാൻ ഒരു കൂട്ടര് പല ഹിഡൻ അജണ്ടയുടെയും ഭാഗമായിട്ട് അതിനെ മാറ്റിമറിച്ചു. ഒരു സമയത്ത് നമ്മള് ശബ്ദരൂപവും കയ്യെഴുത്ത് രൂപവുമായിട്ടൊക്കെ മാറുമ്പോൾ പ്രിന്റ് മീഡിയ നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു. ആദ്യമായിട്ട് പ്രിന്റ് മീഡിയ വന്നത് തന്നെ ചില ഹിഡൻ അജണ്ടകളുമായിട്ടാണ്. അപ്പൊ ആദ്യമായിട്ട് പ്രിന്റുകൾ വരുമ്പോൾ അത് സത്യമാണെന്ന് നമുക്ക് തോന്നും. കാര്യം അച്ചടിയാണ്. വടക്കൻ ഭാഗത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഏകദേശം ഇച്ചിരി വിദ്യാഭ്യാസമുള്ളവർ, പ്രത്യേകിച്ച് മലപ്പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ അച്ചടി ഭാഷയിൽ തന്നെ ആയിരിക്കും സംസാരിക്കുന്നത്. അതുപോലെ തന്നെ സംസാരിക്കും. കാര്യം അച്ചടി ലിപി അത്രയും മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്തച്ചടിച്ച് വന്നു കഴിഞ്ഞാലും അത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടം. ആ സമയത്ത് നമ്മുടെ പുരാണങ്ങളെ, നമ്മുടെ പൗരാണികമായ ചരിത്രങ്ങളെ വളച്ചൊടിച്ചു. അതൊരു കാൽപ്പനികമായിട്ടുള്ള ഒരു പരിവേഷം കൊടുത്തു. അങ്ങനെ മഹാബലി ത്യാഗിയും വാമനദേവൻ ഭൂഷുവായിട്ടും മാറി.
ഇതാണ് സംഭവിച്ചത്. മഹാബലി രക്തസാക്ഷിയും വാമനദേവൻ ബൂർഷുവായിട്ടും മാറി. ഇതൊക്കെയാണ്. പക്ഷേ ഓണം എന്ന് പറയുന്നത് ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധം. ഭഗവാന് വേണ്ടിയിട്ടാണ് നിവേദ്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത്. നിവേദ്യങ്ങൾ, ആഹാരം നമ്മൾ ഭഗവാന് വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നത്. പായസം എല്ലാം ഉണ്ടാക്കുന്നത് ഭഗവാന് വേണ്ടിയിട്ടാണ്. എല്ലാ വിഷ്ണു ക്ഷേത്രങ്ങളിലും ഭഗവാനെ മഞ്ഞപ്പട്ടം കൊടുത്തു. മഞ്ഞപ്പട്ടങ്ങഞ്ഞൊറിഞ്ഞൊടുത്തും നിന്നിദാനത്തിൽ നിന്നു കൃഷ്ണൻ. എനിക്ക് ഓർമ്മ വരുന്നില്ല, പണ്ട് പാടിയ പാട്ടുകളാണ്. സുമാജി ഓർമ്മയുണ്ടോ? അപ്പം ഇതാണ് ഓണത്തെ കുറിച്ച് പറയുന്നത്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വീണ്ടും എല്ലാവർക്കും 2-3 മിനിറ്റ് സംസാരിക്കാം ഓണത്തെ കുറിച്ച്, ബാക്കി കാര്യങ്ങൾ. ഹരേ കൃഷ്ണ. സ്മിത മാതാജി. ഓ യെസ്. ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? വിരോചനയുടെ കല്യാണത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? വിരോചനന്റെ അതായത് ഒരു എന്താ പറയാ, അവര് ഹണ്ടിങ്ങിന് വേണ്ടി പോയപ്പം ഒരു ദീപാവലി എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ? അങ്ങനെ വിരാജന നമ്മളെ പരിചയപ്പെടുന്നു. അപ്പൊ പ്രഹ്ലാദന് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആയി, ആരുടെ സൈഡ് അങ്ങനെ ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഒരു കാര്യമുണ്ട് ഇതിൽ. ഞാൻ മെയിൻ ആയിട്ട് എല്ലാരും വിചാരിച്ചു പ്രഹ്ലാദൻ വിരോചനന്റെ സൈഡ് നിൽക്കുമെന്ന്. അത് എന്തുകൊണ്ടെന്നാല് പ്രഹ്ലാദന് ഒരിക്കലും അച്ഛന്റെ സ്നേഹം കിട്ടിയിട്ടില്ല. ഒരിക്കലും സ്നേഹം കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, പ്രഹ്ലാദനെ കൊല്ലാൻ ശ്രമിച്ചു. ഒത്തിരി രീതിയിൽ വിഷം കൊടുത്തും ആനയെ കൊണ്ട് ചവിട്ടിക്കാനും, അല്ലാതെ എന്താ പറയാ മോളിൽ നിന്ന് താഴെ തള്ളിയിട്ടിട്ട് പല രീതിയിൽ ഉപദ്രവിച്ചിട്ട് കൊല്ലാനാണ് നോക്കിയത്. അപ്പൊ അങ്ങനെ ഇരിക്കണ പ്രഹ്ലാദന് ഒരു മോൻ വിരോചനൻ ജനിക്കുമ്പോ ഉള്ള സ്നേഹം, എത്ര സ്നേഹം കൊടുത്താലും മതിയാവില്ല. അതുപോലെ സ്നേഹം കൊടുത്തിട്ടാണ് വിരോചനനെ വളർത്തിയത്. ആ മോനാണെങ്കിൽ ഉത്തമനായ ഒരു പുത്രനാണ്. വളരെ നല്ല ഒരു തരത്തിലും എന്താ പറയാ ഒരു മോശമായിട്ടുള്ള ഒരു സ്വഭാവമോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. വിഷ്ണു ഭക്തനായിട്ട് തന്നെ ജനിച്ചു, വിഷ്ണു ഭക്തനായിട്ട് തന്നെ ജീവിച്ചു. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം അനുസരിക്കുകയും അതുപോലെ തന്നെ ജീവിക്കുകയും ചെയ്തു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലൊരു ട്രാജഡി സംഭവിച്ചു സംഭവം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ശുക്രാചാര്യരുടെ ഒരു സ്റ്റോറി ഉണ്ട്. ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് പറയാൻ പറ്റുമോ? 2 മിനിറ്റ്സ് എടുക്കും. ഓക്കെ, ശുക്രാചാര്യരുടെ ഒരു സ്റ്റോറിയാണ്, ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. ശുക്രാചാര്യർ അസുരന്മാരുടെ ഗുരുവാണ്. ശരിക്കും പറഞ്ഞാല് ദേവന്മാരുടെ ഗുരു നല്ല ഗുരു തന്നെ. ശുക്രാചാര്യർ നല്ല സൂപ്പർ ഹീറോ ആണ് കേട്ടോ ഈ കാര്യത്തില്. ശുക്രാചാര്യർ അസുരന്മാർക്ക് ചെയ്തിരിക്കുന്നത് എത്രയാണെന്ന് വെച്ചാല്, എത്ര നന്ദി പറഞ്ഞാലും അത് തീരൂല. അപ്പൊ അസുരന്മാര് ദേവന്മാരായിട്ട് കൂട്ടി എന്താ പറയാ യുദ്ധത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ തോൽക്കും എങ്ങനെ വന്നാലും. കാര്യം ദേവന്മാർക്ക് ഭയങ്കര പവറൊക്കെ ഉള്ളതാണ്. അപ്പൊ ശുക്രാചാര്യർ വിചാരിച്ചു എനിക്ക് എന്തെങ്കിലും ചെയ്യണം. എന്നിട്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്ന വെച്ചാല്, പുള്ളിക്കാരൻ മനസ്സുകൊണ്ട് വിചാരിക്കും എനിക്ക് ശിവനെ എനിക്ക് പ്രാപിക്കണം. ശിവന്റെ അടുത്ത് എനിക്ക് പോയിട്ട് പരമശിവന്റെ അടുത്ത് പ്രാപിച്ചിട്ട് ഐ വിൽ ആസ്ക് ഫോർ എ ബൂൺ. എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങനെ പോകുന്ന കാര്യം ഇന്ദ്രൻ അത് അറിയും. ഇന്ദ്രൻ അത് അറിയുമ്പോൾ ഇന്ദ്രൻ വിചാരിക്കും, ആഹാ ശുക്രാചാര്യൻ ഇങ്ങനെ ഒരു പരിപാടി ഒപ്പിക്കുന്നുണ്ട്, എനിക്കും അത് സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്ന് നോക്കണമല്ലോ. അപ്പൊ ശിവൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇന്ദ്രൻ ഓൾറെഡി അവിടെ എത്തും. ഇന്ദ്രൻ ആദ്യമേ അവിടെ എത്തും. പക്ഷെ ശിവൻ ധ്യാനത്തിലായിരിക്കും. അപ്പൊ സൈഡിൽ ഇന്ദ്രൻ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ശുക്രാചാര്യൻ കാണുമ്പോ ശുക്രാചാര്യൻ വരുമ്പോ ഇന്ദ്രൻ ഓൾറെഡി ഉണ്ട്, ശിവൻ കണ്ണും പൊട്ടിയിരിക്കണായിരിക്കും. അപ്പൊ ശുക്രാചാര്യൻ എന്ത് ചെയ്യും? സാഷ്ടാംഗം നമസ്കരിക്കും, കാൽക്കല് വീഴുമ്പോ ശിവൻ കണ്ണു തുറക്കുമ്പോ ശുക്രാചാര്യരായിരിക്കും കാണുന്നത്. അപ്പോ പറയും എന്താ വേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ ഇന്ദ്രൻ പറയും, ഞാൻ ഫസ്റ്റ് ഓൾറെഡി ഞാനാണ് എത്തിയത്, അപ്പൊ എനിക്കാ വേണ്ടതെന്ന് പറയും. അപ്പൊ ഇല്ല, സംഭവം ശരിയാണ്, യു റീച്ച്ഡ് ഫസ്റ്റ്, പക്ഷെ ഞാൻ കണ്ടത് യു ആർ ഓൺ മൈ ലെഫ്റ്റ് ഓഫ് മീ. പക്ഷെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടത് ശുക്രാചാര്യരാണ്. അപ്പൊ ശുക്രാചാര്യർ പറയും, എനിക്കിങ്ങനെ ഒരു ബൂൺ വേണം. എന്താണ്? മൃതസഞ്ജീവിനി, ഇതാണ് എനിക്ക് വേണ്ടത്. അപ്പൊ ശിവൻ പറയും, അതങ്ങനെ പെട്ടെന്ന് എനിക്ക് തരാൻ പറ്റില്ല, അത് നേടിയെടുക്കണം, യു ഹാവ് ടു ഏൺ ഇറ്റ്. എങ്ങനെയാ നേടിയെടുക്കണം എന്ന് വെച്ചാല്, ഒരു മരത്തില് എത്രയോ വർഷങ്ങൾ, ഐ തിങ്ക് 14 ഇയേഴ്സ് തല കീഴെ തൂങ്ങി നിൽക്കണം. താഴെ തീ കൊളുത്തിയിരിക്കണം. there will be a fire below the tree and you will be hanging upside down and this will go on and
you'll be breathing the fire. This is how you should do it. അപ്പൊ അങ്ങനെ എത്രയോ ഇയേഴ്സ് കഴിഞ്ഞ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഇൻ ദ പ്രോസസ് യു മൈറ്റ് ഡൈ ഓൾസോ. അപ്പൊ ഇതാണ് സംഭവം, ഇങ്ങനെ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇന്ദ്രൻ മനസ്സിൽ വിചാരിക്കും ശിവന് കൊടുക്കണമെന്നേ ഇല്ല, അതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ ഒരു പരിപാടി ഇട്ട് കൊടുത്തത്. എന്തായാലും ശുക്രാചാര്യന്റെ പരിപാടിയും തീർന്ന് എനിക്കും സമാധാനമായി എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ സന്തോഷമായിട്ട് പോകും. ഇന്ദ്രന് ആക്ച്വലി ഒരു എയിമും ഇല്ല, ഒന്നുമില്ല. അപ്പൊ ശുക്രാചാര്യന് എയിം ഉണ്ടായിരുന്നു, ആംബിഷ്യസ് ആയിരുന്നു. പുള്ളിക്കാരൻ പറയും എനിക്കിത് ചെയ്യണം. എന്നിട്ട് ഈ സ്റ്റാർട്ട്സ് ഓൺ ദിസ് മിഷൻ. പുള്ളിക്കാരൻ ഇത് ചെയ്യാൻ തുടങ്ങും. ഹി വിൽ ടെൽ ഓൾ ഹിസ് പീപ്പിൾ, നിങ്ങൾ ഒരു എന്താ പറയാ, ഒരു ഇതുപോലെ കെട്ടിയിട്ട്, ഒരു എന്താ പറയാ, ഒരു ഫെൻസ് പോലെ കെട്ടിയിട്ട് നിങ്ങൾ കാവലിൽ നിൽക്കുക, ആരെയും അനുവദിക്കരുത്. ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോവാണ്. ഐ ഡോണ്ട് നോ വെൻ ഇറ്റ് വിൽ ഗെറ്റ് ഓവർ, ബട്ട് യു വിൽ സ്റ്റാൻഡ് ആസ് എ ഗേറ്റ് കീപ്പർ ആൻഡ് ഡോണ്ട് അലൗ എനിബഡി ഇൻസൈഡ്. അമ്മ വരുവാണെങ്കിൽ ആരെങ്കിലും വന്നിട്ട് കണ്ടിട്ട് പോയിക്കോട്ടെ, എനിക്ക് സംസാരിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറെ കൊല്ലം ഇങ്ങനെ പോകുമ്പോൾ ഇന്ദ്രന് പിന്നെ പേടി വരും. ചിലപ്പോ ഇത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാലോ. അപ്പൊ ഇന്ദ്രൻ ഇരുന്നിട്ട് അപ്സരസുകളെ പറഞ്ഞയക്കും. അപ്പൊ അപ്സരസുകൾക്കൊക്കെ ഭയങ്കര പേടി. രംഭ ഇവരൊക്കെ വന്നിട്ട് പറയും, അയ്യോ ശപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കാര്യം പോക്കല്ലേ, ഞങ്ങൾ പോവില്ല. ഇന്ദ്രന്റെ മകള് പറയും, ജയന്തി പറയും, ഞാൻ പോവാം അച്ഛാ. അപ്പൊ ഇന്ദ്രൻ പറയും, എന്തിനാണ്? പിന്നെ അവരെ അയക്കുന്നില്ലേ, ഞാൻ പോയിട്ട് ഞാൻ സക്സസ്ഫുൾ ആയിട്ട് ഞാൻ പോയിട്ട് ഞാൻ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഷി വിൽ ഫസ്റ്റ് ഗോ ഇൻ ദ ഫോം ഓഫ് ഹിസ് മദർ. ശുക്രാചാര്യരുടെ അമ്മയുടെ വേഷം കെട്ടിയിട്ട് അവിടെ ചെല്ലും. അപ്പൊ ശുക്രാചാര്യർ ഒന്നും മിണ്ടില്ല. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഷി വിൽ ചേഞ്ച് ഹർ ഫോം. എന്നിട്ട് എന്ത് ചെയ്യും, ആ ഫയറിൽ കുറച്ച് എന്താ പറയാ, വിഷം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആ തീയിലിടും. അപ്പൊ ശുക്രാചാര്യർക്ക് ശ്വാസം കിട്ടില്ല, കണ്ണിൽ നിന്നൊക്കെ ചോരയൊക്കെ വരാൻ തുടങ്ങും. അങ്ങനെ ശിവൻ ഇത് കാണുമ്പോ ഹി ഡസൻ ലൈക്ക് ദിസ്. അപ്പൊ ഏതായാലും ഇത്രയും കഷ്ടപ്പെടുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുന്ന ഒട്ടും ശരിയായില്ല. അപ്പൊ ശിവൻ ഈ സംഭവം അവിടെ വെച്ച് നിർത്തും. എന്നിട്ട് ശുക്രാചാര്യർക്ക് അപ്പൊ തന്നെ മൃതസഞ്ജീവനിയുടെ ഈ സംഭവം ബ്ലെസ് ചെയ്ത് കൊടുക്കും. ഇത് ഇവിടെ വെച്ച് നിർത്തിക്കോ, യു വിൽ ബി ബ്ലെസ്ഡ് വിത്ത് മൃതസഞ്ജീവനി. ദാറ്റ് ഈസ് ഹൗ ഹി ഹേൺ ദ മൃതസഞ്ജീവനി. അപ്പൊ ദേവന്മാർക്ക് ഒരു അടിയായി. ഇനി ഈ ജയന്തി എന്ത് ചെയ്തെന്നറിയോ? ജയന്തി പറയും, അയ്യോ ഞാനിത് ചെയ്ത് വളരെ വലിയ തെറ്റായി പോയി, എനിക്ക് താങ്കളുടെ സേവികയായിട്ട് തന്നെ നിൽക്കണം, ദാസിയായിട്ട് തന്നെ സ്വീകരിച്ചാലും. ആൻഡ് ശുക്രാചാര്യ മാരീസ് ദിസ് വുമൺ, ഷീ ഈസ് ജയന്തി. ഹി വിൽ ടെൽ ഓൾസോ, ഞാൻ ഐ എം യുവർ ഫാദേഴ്സ് എനിമി, ഇന്ദ്രന്റെ എനിമിയാണ് ഞാൻ. അത് എപ്പോഴും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അങ്ങനെയായിരിക്കും. അപ്പൊ എന്റെ കൂടെ നിന്നിട്ട് ഇതൊക്കെ അങ്ങനത്തെ പ്ലാൻസ് ഒക്കെ കേട്ടാല് വിഷമിക്കാൻ പാടില്ല, അങ്ങനത്തെ ഡയലമയിൽ ഉണ്ടാവാൻ പാടില്ല. She will say, I know what I am doing. I am willing to do all this. And then they will get married over there. And then he gets this. അപ്പോഴാണ് ഇന്ദ്രൻ പറയുന്നത് അവർക്ക് മൃതസഞ്ജീവനി കിട്ടി. പിന്നെയുള്ള യുദ്ധത്തിലൊക്കെ ദേവന്മാരൊക്കെ തോറ്റുപോകും. പിന്നെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത് സമുദ്രമഥനത്തിനായിട്ട്. അതിന് ശേഷമുള്ള സ്റ്റോറിയാണ് സമുദ്രമഥനം. വേർ ഇന്ദ്രന് അപ്പൊ ഇത് കിട്ടിയാൽ മതി, അമൃതം കിട്ടിയാൽ മതി. അവരെല്ലാരും കഴിച്ചിട്ട് അവർ പിന്നെ മരിപ്പില്ല അവർക്ക്. Then they will live forever. ശുക്രാചാര്യന് ആണെങ്കിൽ മരിച്ച ആൾക്കാരെയൊക്കെ അവർക്ക് ഒരു ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ടെങ്കിൽ ദേ വിൽ ബ്രിങ് ദം ബാക്ക് ടു ലൈഫ്. പക്ഷെ ഇന്ദ്രന്റെ കാര്യത്തിലാണെങ്കിലോ നോബഡി വിൽ ഡൈ. സോ ദിസ് ഇസ് ദ ഈക്വാലിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. സോ ഇതാണ് അതിന്റെ ഒരു ഹിസ്റ്ററി. ഹരേ കൃഷ്ണ. അപ്പം നമ്മള് ഇനി വീണ്ടും കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്മിതമാതാജ ശ്ലോകം എടുത്തായിരുന്നോ? ശ്ലോകം എടുത്തായിരുന്നു. 2 ശ്ലോകം പറഞ്ഞു. ഒന്ന് ഗുരുവിന്റെ കാര്യം, ഏത് ശ്ലോകം പ്രഭു? ഭാഗവത്തിലെ വിന്ധ്യാവലി പറയുന്ന ശ്ലോകം എടുത്തിരുന്നോ? ഇല്ല പ്രഭു, ഞാൻ സെർച്ച് ചെയ്യാം. പിന്നെ ഒരു മിനിറ്റ്. 8th കാൻഡോ ഏത് ചാപ്റ്റർ പ്രഭു? 8th കാൻഡോ 22, 8.22 ലാസ്റ്റ് പറയുന്നത്, വിന്ധ്യാവലി പറയുന്നത് 20ാമത്തെ ശ്ലോകമാണ്. 22ാമത്തെ ചാപ്റ്റർ 22, 20ാമത്തെ ശ്ലോകം 8.22.20. ഓക്കെ പ്രഭു, ഞാൻ ചാറ്റിലിടാം. ഓക്കെ, എന്നിട്ട് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. നമ്മൾ പെട്ടെന്ന് ക്ലോസ് ചെയ്യും. ഹരേ കൃഷ്ണ. SB കിട്ടോ?
5 മിനിറ്റും കൂടെ ഉള്ളു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഇട്ടോ? ഇട്ടു പ്രഭു. ഓക്കെ, ഞാൻ ഒന്നുകൂടെ സ്ക്രീനും ഷെയർ ചെയ്യാം. ഓക്കെ, ഇവിടെ 8.22.20 ഭാഗവതം 8th കാണ്ഡോയില് 22ാമത്തെ ചാപ്റ്ററിൽ 20ാമത്തെ ശ്ലോകം. സ്മിത മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ശ്രീ വിന്ധ്യാവലിരുവാച ക്രീഡാർത്ഥം ആത്മന ഇദം ത്രിജഗത്കൃതം തേ സ്വാമ്യം തു തത്ര കുദിയോ അപര ഈശ പുര്യുഃ കർതു പ്രഭോസ് തവ കിം അസ്യത ആവഹന്തി ത്യക്ത ഹ്രിയസ്തദ് അവരോപിത ക്രാതുർവാദഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതിന്റെ ട്രാൻസ്ലേഷൻ by Srila Prabhupada. Jai Srila Prabhupada. Srimati Vindhyavali said, "O my Lord, you have created the entire universe for the enjoyment of your personal pastimes, but foolish, unintelligent men have claimed proprietorship for material enjoyment. Certainly they are shameless agnostics, falsely claiming proprietorship. They think they can give charity and enjoy. In such a condition, what good can they do for you, who are the independent creator, maintainer and annihilator of this universe?" Hare Krishna. ഹരേ കൃഷ്ണ. ഇത്രയേ ഉള്ളൂ. Sri Vindhyavali said, "Oh my Lord, you have created the entire universe for enjoyment, for your personal pastime." ഭഗവാൻ എൻജോയ് ചെയ്യാനാണ് ഈ ഭൂമി തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ആർക്കും എൻജോയ് ചെയ്യാനുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഭഗവാൻ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സേവ ചെയ്യണം. ദാസോഹം തവ കേശവ. ഭഗവാനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ കടമ. അവിടെ അടുത്തത് വീണ്ടും പറയുന്നത് സുധീർ ഒന്ന് വായിക്കാൻ പറ്റുമോ? പ്രഭു നമ്പർ എത്രയാ? ഞാൻ എടുത്ത് സ്ക്രീൻ ഷെയറിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാൻ നോക്കട്ടെ. 24. ഓക്കെ, കുഴപ്പമില്ല, വായിക്കാം. ഓക്കെ. The Supreme Personality of Godhead said, "My dear Lord Brahma, because of material opulence, a foolish person becomes dull-witted and mad. Thus he has no respect for anyone within the three worlds and defies even my authority. To such a person, I show special favor by first taking away all his possessions." The Supreme Personality of Godhead said, "My dear Lord Brahma," ബ്രഹ്മാവിനോട് പറയുന്നതാണ്, "because of material opulence, a foolish person," വിഡ്ഢിയായ നമ്മൾ എന്ത് ചെയ്യും? ഡൾ, വിറ്റഡ് ആൻഡ് മാഡ്. നമ്മള് ഒരു പ്രത്യേക ഒരു അവസ്ഥയിലാണ്, നമ്മളുടേതാണ് ഓണർഷിപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ ഭ്രാന്തമായി ധരിക്കും. Thus he has no respect for anyone. അതുകൊണ്ട് ആരോടും ഒരു ബഹുമാനവുമോ വിധേയത്വമില്ല. അതാണ് ഇപ്പം നമ്മൾ ഭൗതികമായി കണ്ടുകൊണ്ടിരിക്കുന്നത്, അഹങ്കാരം. So thus he has no respect for anyone within the three world and defies even my authority. ഭഗവാന്റെ അധികാരത്തെ പോലും ചോദ്യം ചെയ്യും. പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഭഗവാന്റെ അധികാരത്തെ പോലും ചോദ്യം ചെയ്യും. To such a person I show special favor by first taking away all the possessions. അവിടെയും ഭഗവാൻ ആക്ച്വലി ദീനാനുകമ്പയാണ് കാണിക്കുന്നത്. ഒരിക്കലും അങ്ങനെ അഹങ്കരിക്കാൻ പാടില്ല. അപ്പൊ എന്തുകൊണ്ടാണോ അഹങ്കരിക്കുന്നത്, ആ അഹങ്കാരത്തെ എടുത്തു കളയും.
അഹങ്കാരത്തെ എടുത്തു കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിലാണോ പ്രൊപ്പറേറ്റർഷിപ്പ് കാണിക്കുന്നത് അതിനെ എടുത്തു കളയും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഈശ്വര ചിന്തയില്ലാതെ എവിടെ വരുന്നു അവിടെയെല്ലാം നാശമാണ് ഫലം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ഡോക്ടർ ജി ഈ ചുരുങ്ങിയ വേളയിൽ? മ്യൂട്ടഡ്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇന്ന് ഇച്ചിരി ലേറ്റ് ആയതിന്റെ പേരിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ വിശദമായിട്ട് സംസാരിക്കാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ അടുത്ത വെനസ്ഡേ ക്ലാസ്, പിന്നെ തേഴ്സ്ഡേ അഷ്ടമിരോഹിണി. അതെ, തേഴ്സ്ഡേ അഷ്ടമിരോഹിണിയാണ്. അപ്പൊ വെനസ്ഡേ ക്ലാസ് നമ്മൾ അഷ്ടമിരോഹിണി അന്ന് നല്ല ദിവസം എന്ന് ഭദ്രപൂർണിമ ദിവസമായിട്ടാണ് നമ്മൾ രാമായണത്തിൽ ശ്രീരാമ അവതാരവും ഭഗവാന്റെ അവതാരവും പറഞ്ഞു. ശ്രേഷ്ഠമായ ദിവസത്തിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ വളരെ ഭാഗ്യവാന്മാരായിരുന്നു. ബുധനാഴ്ച രാമായണം വീണ്ടും രണ്ടാം ദിവസത്തിലേക്ക്, അതായത് രണ്ടാം ഭാഗത്തേക്ക് നമ്മൾ കടക്കും. എല്ലാവരും വരിക. 1 മണിക്കൂറേ ഉള്ളുവെങ്കിലും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെ നമ്മൾ പോവുകയാണ്. തീർച്ചയായിട്ടും അതിൽ പങ്കെടുക്കുക. ഹരേ കൃഷ്ണ. വാഞ്ചാ കൽപതരൂപ്യച്ഛ ഗോവിന്ദ്. വാഞ്ചാ കൽപതരൂപ്യച്ഛ ഘനശ്യാമന്റെ വീഡിയോ വന്നില്ലല്ലോ. ഹരേ കൃഷ്ണ. അപ്പം ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം ഏകോ ദേവോ ദേവകീ പുത്രേവ ഏകോ മതസ്യ നാമാനി യാനി കർമാപി ഏകം തസ്യ ദേവസ്യ സേവ. ഹരേ കൃഷ്ണ. താങ്ക് യു വിദ്യാജി, താങ്ക് യു. ഹരേ കൃഷ്ണ ഷെയർ ചെയ്തതിൽ. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾ തുടർന്ന് ബുധനാഴ്ച രാമായണത്തിന് നമ്മൾ കാണും. ബുധനാഴ്ചത്തെ എന്തെങ്കിലും കാര്യങ്ങൾ, പരിമിതമായ സമയമായതുകൊണ്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ എക്സ്റ്റൻഷൻ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ വെള്ളിയാഴ്ചത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയും. ഓക്കെ, പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെ നമ്മൾ ആ 1 മണിക്കൂർ ശരിക്കും യൂട്ടിലൈസ് ചെയ്യണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും വീണ്ടും വീണ്ടും വാമന ജയന്തിയും ചതയദിനാശംസകളും എല്ലാം. ഗുരുവിനെ സ്മരിക്കണം. എല്ലാ ആശംസകളും എല്ലാം നമ്മൾ നേരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തോ? ഓക്കെ. ആരുണ്ട്? കുട്ടികളാരില്ല? ഓക്കെ, സുധീർ പ്രഭു കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. 10, 9, 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. Hare Krishna. Dim. Okay, Hare Krishna.